സത്യട്ട കട്ടൻ. ഇതെന്താ ഈ നേരത്തൊരു കട്ടൻ? അത്താഴാവാൻ കുറച്ച് ടൈം എടുക്കും. സത്യേട്ടൻ ഇന്ന് ട്രാവൽസിൽ നിന്ന് നേരത്തെ വന്നില്ലേ? അത് നീ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ? അല്ല, എന്താ ഇന്ന് നേരത്തെ വരണമെന്ന് പറഞ്ഞത്? അത് പിന്നെ നമുക്ക് നാളെ ഒന്നുകൂടെ പോയി ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണണം സത്യേട്ട. എന്തിന്? എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നീ അമ്മയോടൊപ്പം പോയി ഡോക്ടറെ കണ്ടതല്ലേ? അതെ, എന്നാലും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പോയി ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതെന്തിനാ? ഇവിടെയൊക്കെ എല്ലാവരും ഫസ്റ്റ് പ്രഗ്നൻസിക്ക് അമ്മമാരെയും കൂട്ടിയ ഡോക്ടറെ കാണാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അമ്മ ഇതിലൊക്കെ എക്സ്പേർട്ടാ. അമ്മ ഡോക്ടറോട് ഡീറ്റെയിൽ ആയി സംസാരിച്ച് കാണുമല്ലോ. സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെന്താ പ്രശ്നം? അതൊക്കെ അമ്മ തന്നെ ചെയ്യട്ടെ പ്രതിഭേ. എന്നാലേ അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. നിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയാ അമ്മയെ നീ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ട് തോന്നും. അങ്ങനെയൊന്നുമില്ല സത്യേട്ട. അമ്മ തന്നെ പറഞ്ഞ് നാളെ സത്യേട്ടനെ കൂട്ടി ഡോക്ടറെ കാണുമെന്ന്. എന്തിന്? നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അടുത്ത ചെക്കപ്പിന് പോകുമ്പോ ഞാൻ കൂടി വന്നാ പോരെ? ഈ സത്യേട്ടൻ എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് തീർക്കാനാ നമ്മൾ ഒരുമിച്ച് ഡോക്ടറെ കാണാൻ പോകുന്നത്. അമ്മയ്ക്ക് എന്ത് പ്രശ്നം? പറ, അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന്. അത് സത്യേട്ടാ, ഞാൻ പറയുന്നത് സത്യേട്ടനൊന്ന് ശാന്തമായിട്ട് കേൾക്കണം. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അമ്മയായിട്ട് വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോരുത്. നീ കാര്യം പറ പ്രതിഭേ. അമ്മയ്ക്ക് നമ്മുടെ ഈ കുഞ്ഞ് വേണ്ടെന്ന്. ഇതിന് വേണ്ടെന്ന് വെച്ച് 1-2 വർഷത്തിന് ശേഷം മതിയെന്ന് അമ്മ പറയുന്നത്. അത് അമ്മയാണോ തീരുമാനിക്കേണ്ടത്? ഇതിന് എന്ത് റീസണാ അമ്മ നിന്നോട് പറഞ്ഞത്? സമയം നല്ലതല്ലത്ര. ഏതോ ജോത്സ്യൻ അമ്മയോട് പറഞ്ഞത് ഈ സമയത്ത് കുഞ്ഞുണ്ടായ അത് ചാപിള്ളയാവുന്നു. അമ്മയുടെ ജോത്സ്യന്മാർ അങ്ങനെ പലതും പ്രവചിക്കും. ഇന്ദ്രേട്ടൻ ഒരു പെൺകുഞ്ഞ് ജനിക്കുമെന്നും ആ കുഞ്ഞ് ഹർഷയുടെ വയറ്റിൽ ജന്മം കൊണ്ടെന്നും ഒരിക്കലും ഒരു ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ച ആളാ അമ്മ. ഇന്ദ്രേട്ടനെയും എടുത്തിയും പിരിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ അവസാനത്തെ അടവായിരുന്നു അത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഏറ്റില്ല. ഒടുവിൽ ഹർഷ പ്രസവിച്ചപ്പോൾ ആൺകുഞ്ഞ്. ഈ പ്രവചനവും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പൊളിച്ചെടുക്കാം. സത്യേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അമ്മ ഈ ആവശ്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഹസ്ബൻഡിനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. നാളെ നമ്മൾ പോയി ഡോക്ടറെ കണ്ട് സത്യേട്ടന്റെ തീരുമാനം കുഞ്ഞിനെ വേണമെന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. അതോടെ ഈ വിഷയം അവിടെ അവസാനിക്കും. ഇല്ല പ്രതിഭേ, ഇത് അങ്ങനെയൊന്നും അവസാനിക്കില്ല. അവസാനിക്കണമെങ്കിൽ സംസാരിക്കേണ്ടത് ഡോക്ടറോടല്ല, അമ്മയോടാ. സത്യേട്ടാ, നീ ടെൻഷൻ ആവണ്ട. നിനക്കൊരു ദോഷവും വരാത്ത രീതിയിൽ ഞാനിത് കൈകാര്യം ചെയ്തോളാം. അതുപോലെ